അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ ശ്രോതാക്കളെ, ഈ ശുഭമുഹൂർത്തത്തിൽ ഒരു ധന്യ ജീവിതത്തിന്റെ സംസ്കൃതമായ ചിത്രം ഒരു കഥാപ്രസംഗത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കഥയുടെ പേര് മക്കയുടെ മാണിക്യം. അതെ, മക്കയുടെ മാണിക്യം. വിശുദ്ധ ഇസ്ലാമിന്റെ ആവിർഭാവകാലം. കത്തിയാളുന്ന മണൽക്കാട്ടിലെങ്ങും നിഷ്ഠൂരമായ അട്ടഹാസം. ദുർബലരായ സത്യവിശ്വാസികളുടെ ആർത്തനാദങ്ങൾ ആ മരുക്കാടിന്റെ അനന്തമായ വിഹായസിലേക്ക് നിരന്തരം ഉയർന്നു പൊങ്ങുന്നു. അപ്പോൾ അചഞ്ചലനായി പരപ്രേരണയില്ലാതെ ഒരു യുവകോമളൻ സുഖാഡംബരങ്ങളുടെ സ്വർഗവാനിൽ നിന്നും ദാറുൽ അർഖമിന്റെ പടിവാതിൽക്കൽ കടന്നു വന്നു. വന്നണഞ്ഞവൻ അർഖമിൽ ഭവനത്തിൽ വാതിലിൻ മുന്നിൽ. അപ്പോൾ വളർന്ന പുനബിയോരും സഹാബുക്കൾ അതിഥിയിൽ വരവേൽപ്പോതി. സർവം സന്തോഷം പൂകി. മക്കയുടെ മാണിക്യം എന്ന അതിന്റെ വചനം. മഹമൂദ് നബി മുന്നിൽ ഉയരുന്നു സമരം. മാനത്തേക്ക് ഉയരുന്നു തക്ബീർ നയനം. മദത്തിൽ കൂടി ഷഹാദത്തോതി. അതെ, മക്കയുടെ മാണിക്യം. മിസ്അബ് ഇബ്നു ഉമൈർ, തരുണീമണികളുടെ സ്വപ്ന നായകൻ. അറേബ്യയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ ഉമൈർ മുതലാളിയുടെ സീമന്തപുത്രൻ. ഏകദേശം 18 വയസ്സ് മാത്രം പ്രായം വരുന്ന സുന്ദര യുവകോമളൻ. ദാറുൽ അർഖമിന്റെ കവാടങ്ങൾ അയാൾക്ക് മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടു. അയാൾ നേരെ തിരുനബിയുടെ സന്നിധിയിലേക്ക്. അവിടെ വെച്ച് സത്യസാക്ഷ്യം ഒഴിഞ്ഞു. എന്നാൽ അതൊരു പൊട്ടിത്തെറിയുടെ പ്രാരംഭമായിരുന്നു. അഥവാ പൊട്ടിത്തെറിച്ചുടനും മകുനസവളോടി വന്നുടനെ ഉടൻ ചാടി തൻ സുതനെ. എടപൊട്ടാനിൽ പെട്ടോ മുഹമ്മദിൻ സുഹൈൽ മാറിപ്പോന്നിടടാ. അടിട്ടി കവിളത്ത് പൊട്ടിയൊലിക്കുന്ന കൂട്ടിരുട്ടറയിൽ. കൈകാലു ചെങ്ങലയിൽ കൈദാഹമേൽവരിൽ. അവൻ പൊട്ടിക്കരഞ്ഞിട്ടും ഒട്ടും ജലം നൽകാറില്ല മനസ്സവളിൽ. തന്റെ പൊന്നോമന പുത്രൻ, കുലദൈവങ്ങളുടെ വർഗശത്രു മുഹമ്മദിന്റെ പുതിയ മതം അംഗീകരിച്ച വാർത്ത കേട്ട് മാതാവ് കുനാസ ഒരു പ്രതികാര ദുർഗയായി മാറി. പാലൂട്ടി താരാട്ടാട്ടി പോറ്റിയ ആ മാതാവിന്റെ കരങ്ങൾ സ്വന്തം മകന്റെ പൂങ്കവളുകളിൽ ആഞ്ഞു പതിച്ചു. തീർന്നില്ല. ആറ്റു നോറ്റു പോറ്റിയ തൻ ഉപ്പയും ക്രോധിച്ചു. അടച്ചു പൂട്ടിയിട്ട് മോനെ പ്രേരമേൽപ്പിച്ചു. ആദിയാൽ ക്ഷയിച്ച മോനെ വസ്ത്രവും അണിയിച്ചു. ആർത്തിയോടെ ചാട്ടവാറ വീണ്ടുമേങ്ങോ വീച്ചു. സ്വന്തം പിതാവ് ഉമേർ ഒരു കരിമ്പുലിയെ പോലെ തന്റെ മകന്റെ മേൽ ചാടി വീണു. അയാൾ മകന്റെ കൈകാലുകളിൽ ചങ്ങലയിട്ടു. തുടർന്ന് ഒരു ഇരുട്ടുമുറിയിൽ പൂട്ടി. ഒരു തുള്ളി ദാഹജലം പോലും ആ ക്രൂരമനസ്കൃതയായ മാതാപിതാക്കൾ സ്വന്തം മകന് നൽകാൻ സന്നദ്ധരായില്ല. പ്രിയരെ, ചരിത്രം ആദ്യം ദർശിച്ച ക്രൂരമായ വീട്ടുതടങ്കൽ പിറന്ന വീട് നരകമായി മാറി. ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്അബിന്റെ ഉള്ളും പുറവും ഈ അഗ്നിപരീക്ഷയിൽ നീരുപ്പുകയുകയാണ്. അപ്പോൾ തന്നുടെ കഥനത്തിനറുതിക്കായി മിസ്അബ് തടങ്കലിൽ നിന്നിതാ തേടുന്നേ. തരണമേ നാഥാ മോചനമിവിടുന്ന് തടയു വേണ്ടിതാ കേടുന്നേ. അടിയടി എന്നടിയിൽ പതിവായി അടിപതറാതെൻ മനമായി. അഖില പുരാണേ നിൻ കരുണയിലായി അലലകറ്റു നീ തുണയേകി. വേദനിക്കുന്ന മനസ്സിന്റെ തേക്കൽ എന്നും കേൾക്കുന്ന നമ്മുടെ നാഥൻ നമ്മുടെ കഥാനായകന്റെ ഈ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി. മദീനക്കാർ ചിലർ ഇസ്ലാം സ്വീകരിച്ചു. ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്അബ് ഇബ്നു ഉമൈർ വീട്ടുതടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അദ്ദേഹം മദീനയിലേക്ക് യാത്രയായി. അവിടെ പുതുവിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ നറുമണമുള്ള സുന്ദരമായ അധ്യാപനങ്ങൾ പകർന്നു കൊടുത്തു. അങ്ങനെ ഇസ്ലാമിന്റെ ആ നറുമണമുള്ള മദീനയിലേക്ക് അന്ത്യനബിയും കടന്നു വന്നു. അങ്ങനെ മദീന ഇസ്ലാമിന്റെ വിളനിലയായി മാറി. പക്ഷേ എത്തി മദീനയിൽ നബിക്കൊപ്പം സ്വഹാബത്തും എങ്ങും തീരുമാനം വളരുന്നു. എന്നാൽ
കുറേശികൾ സത്യപ്രസ്ഥാനത്തെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കാൻ ആവശ്യമായ യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെട്ടു കഴിഞ്ഞു. സകലതിനെയും കടിച്ചു കീറി മുന്നോട്ട് കുതിക്കുന്ന വിഷപ്പട്ടികൾ അവയെ പിടിച്ചു കെട്ടാതിരുന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അങ്ങനെ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം തിരുനബിയും സ്വഹാബത്തുൽ കിറാമും ഖുറൈശികളുടെ അഹങ്കാരത്തിന് മുനയൊടിക്കാൻ തീർച്ചപ്പെടുത്തി അവരും ബദറിലേക്ക് പുറപ്പെട്ടു. കഥാനായകന് അവസരമുണ്ടായി. യുദ്ധം തുടങ്ങി. ബദറിന്റെ വിരിമാടിൽ മുശ്രിക്കിന്റെ കാട്ടിടറി. അഹങ്കാരം മുട്ടുമടക്കി. അബൂജഹൽ, ഋതുബത്ത്, ഷൈബത്ത് തുടങ്ങിയ കൊലക്കൊമ്പന്മാർ അവിടെ ഞെട്ടച്ചു വീണു. എന്നാൽ ബദറിന്റെ കണക്ക് തീർക്കുവാൻ പ്രതികാരമോഹികളായ ഖുറൈശികൾ വീണ്ടും യുദ്ധസജ്ജരായി. 3000-ഓളം വരുന്ന ശിർക്കിന്റെ സൈന്യം മക്കയിൽ നിന്നും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അപ്പോൾ പടക്കളത്തിലിറക്കി. ഉഹുദിന്റെ താഴ്വരയിൽ ഘോര യുദ്ധം, ആയിരങ്ങളുടെ അട്ടഹാസം. ഓർക്കപ്പുറത്ത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഒരു ശത്രുഭടൻ പതാകയേന്തിയ മിസ്ഹബിന്റെ വലതു തരത്തിൽ ആഞ്ഞു വെട്ടി. രക്തം ചിതറിച്ചെറിച്ചു. ഉടൻ പതാക ഇടതു കൈയിലേക്ക്, അവസാനം ഇടതു കൈക്കും വെട്ടേച്ചു. അങ്ങനെ അന്ത്യനെ വിയൽപ്പിച്ച ഇസ്ലാമിന്റെ പതാക താഴെ വീണു പോകാതിരിക്കുവാൻ വേണ്ടി തന്റെ ഒടിഞ്ഞു തൂങ്ങിയ ഇരു കൈകളും മാറിൽ അമർത്തി പതാകയെ ചേർത്ത് പിടിച്ച് അദ്ദേഹം രണാങ്കണത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ സിരിവെന്നുണ്ടമ്പുകൾ നേരെ മാറു പിളർത്തി വഴിയവ കീറി തീരൻ മിസ്ഹബ് ശൂനിത പുഴയിൽ തകർന്നത വീഴുന്നേ മാറിൽ പതാക പൊതിഞ്ഞ ഭൂമേനീട സലനം നിൽക്കുന്നേ സലനം നിൽക്കുന്നേ. ഒരു കൊടുങ്കാറ്റ് തീർന്ന പോലെ പടക്കളം ശാന്തമായി. അവിടെ 70ഓളം സഹാബത്തുൽ കിറാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ദേഹവും ദേഹിയും സമർപ്പിച്ചു. ഒപ്പം നമ്മുടെ കഥാനായകനായ മിസ്ഹബും അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു പരുത്ത താരയെടുപ്പ് മാത്രം. അങ്ങനെ അന്ത്യനബിയുടെ നിർദ്ദേശമനുസരിച്ച് ഉടുപ്പ് കൊണ്ട് തലഭാഗം മറച്ച് ബാക്കി ഭാഗം ഒരു തരം പുല്ല് വെച്ച് കെട്ടി അദ്ദേഹത്തെ 6 അടി മണ്ണിലേക്ക് ഇറക്കി. അപ്പോൾ സഹാബത്തുൽ കിറാമിന്റെ ആഗതാരമായ ആ പഴയ ചിത്രം മിന്നി മറഞ്ഞു. അതെ, സൗരഭ്യ പരത്തിയ ഉമേർ മുതലാളിയുടെ ശ്രീമന്ത പുത്രൻ. മക്ക തെരുവഴിയിൽ ആഡംബരത്തിൽ ആറാടി നീങ്ങിയ ആ ചലിക്കുന്ന ചിത്രം അവരറിഞ്ഞ ജീവിതത്തിന് മുന്നിൽ നമ്രശിരസായി. അവരുടെ ശത്രുകരങ്ങൾ ആ ഖബറിന്റെ മണ്ണിനെ കുതിർത്തു. സഹോദരങ്ങളെ, വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ഐതിഹ്യ സുഖ സൗകര്യങ്ങൾ പുറം കാലുകൊണ്ട് തച്ചി മാറ്റി ത്യാഗമഹാസാഗരത്തിലൂടെ ജീവിതം ധന്യമാക്കിയ ആ മഹാകേസരിയുടെ പ്രയാണം നമുക്ക് മാതൃകയാകട്ടെ എന്നുണർത്തിക്കൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. അസ്സലാം.